സത്യം എന്ന് മനസ്സിലാക്കാതെ ആരോ കുടുംബശ്രീത്തെ 2 അമ്മമാര് വന്ന് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഇയാള് വീഡിയോ ഇട്ട്. ഇതിന്റെ പേരിൽ ഇപ്പൊ ഞാനിപ്പോ ഇവന്റെ ഇടയിൽ കുറച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ പിന്നീട് ഇപ്പൊ ഈ വ്യക്തി മാപ്പ് അപേക്ഷിച്ച് നമ്മളെ സഹകരിക്കണം, സഹായിക്കണം, എനിക്കും കുടുംബം കൂട്ടുണ്ട്. അപ്പൊ നമുക്കും കുടുംബം കൂട്ടമല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഒരു ലിമിറ്റ് വിട്ട് പാവായി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് ആദ്യം പറഞ്ഞു കൊടുത്ത വേറെ ആൾ കേട്ട് പറയാനേ പാടില്ല. ഒന്ന് സ്വന്തം പോയിട്ടെന്ന് പറയാൻ പാടുള്ളൂ. പിന്നെ അത് 100 വട്ടം ആലോചിക്കണം. ഇത് ഈ പറയണൊക്കെ നേരാണോ, ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത്. അതായത് ഹെൽത്തി ക്രിറ്റിസിസം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ എന്തും പറയാം, നമുക്കിപ്പോ പാട്ട് രസമല്ല, പാട്ട് ഇറക്കണത് അങ്ങനെയാണ്, പാട്ടിന് ഇത്ര വ്യൂസ് ഉള്ളൂ, ഇതൊക്കെ ഹെൽത്തി ക്രിറ്റിസിസമിൽ പെടുന്ന കാര്യമാണ്. പാടാൻ കഴിയൂല, ഓക്കെ, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പണ്ടത്തെ പോലല്ല, ഇതിനൊക്കെ ലോസും കാര്യങ്ങളും ഉണ്ട്. അതായത് എല്ലാത്തിനും കൃത്യമായ നിയമങ്ങളും കാര്യങ്ങളും. അപ്പൊ ഞാൻ ഇത്രയും കാലം ആരെ പിന്നാലെയും ഞാൻ കൂടാൻ പോയിട്ടില്ല. നമ്മള് കോണ്ടാക്ട് ചെയ്തപ്പോ ഒന്നും ഓൻ പറഞ്ഞ കാര്യത്തിൽ ഒന്നുപോലെ ശരിയില്ലാന്ന് പുള്ളി തന്നെ സമ്മതിച്ചു. അതിന്റെ കൃത്യമായ വോയിസ് റെക്കോർഡും കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ട്. അപ്പം പിന്നെന്താ വെച്ചാല് ഞാൻ ബാക്കി കാര്യങ്ങളും പിന്നീട് പറഞ്ഞാൽ ഇന്റെ നല്ല കണ്ടന്റിക്ക്, ഇന്റെ നല്ല ചിരിച്ചു പോണ ഇന്റെ കണ്ടന്റിക്ക് മറ്റുള്ള കാരണം ഇന്റെ ജീവിതമാർഗം തന്നെ ഞാൻ പറയാം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കണ്ടന്റ് ആക്കുന്നത് ഞാൻ ഇത്രയും കാലം ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല. അത് ആണുങ്ങൾക്ക് പറഞ്ഞ രീതിയല്ല. ആണുങ്ങൾ അന്തസ്സായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക. രണ്ടാള് ഈ പൊട്ടനെ മോട്ടറാക്കി വിട്ടു, ഇവ മോട്ടറായി കണ്ട് വീഡിയോ ഇട്ടു. ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോണത് ഈ മോട്ടറിനാണ്. ബാക്കിയുള്ളവരൊക്കെ ആക്കി വിട്ടോല് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ കോളില് ആക്കി വിട്ടോല്. ഹനാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ആര് പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു ഹനാൻ അങ്ങനെ ചെയ്തിട്ടില്ല? അതില് ഏട്ടാ എന്നെ ചതിച്ചൂലേ,